പുതിയൊരു വീട്ടിലേക്ക് സാധാരണ നമ്മൾ വന്നിരിക്കുന്നത് വാഴയിലയിൽ ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരവുമായിട്ടാണ്. അപ്പം ഇത് നമ്മൾ ബ്രഹ്മസലി ഒടിച്ചിട്ട് നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശർക്കര പാനീയമാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തയ്ക്ക, തേങ്ങ, പിന്നെ അതെല്ലാം കൂടെ നെയ്യിൽ മുക്കി മൂപ്പിച്ചതാണ് ഈ കാണുന്നതെന്ന് വെച്ചാൽ. തേങ്ങ കുറവായിരുന്നു, അതിന് നമുക്ക് ഇച്ചിരിയും കൂടെ തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ബ്രഹ്മസലിയുടെ ഇതിലേക്ക് 3/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാമേ. ഇനി ഗൈസ് നമുക്ക് ഇത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. നമ്മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ആദ്യം മിക്സ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ ഈ ഒരു ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗം കെട്ടി കൊടുക്കണേ. ഇനി നമുക്ക് ഈ ഇഡലിക്കെട്ടിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാമേ. നമ്മൾ ഇതിനകത്ത് ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴയിലയിൽ ഉണ്ടാക്കുന്ന മധുര പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാമേ. നല്ല ചൂടുണ്ട്. നമ്മളതിങ്ങനെ തുറന്നെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാമേ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാമേ. എൻ്റെ പൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചെങ്കിൽ ഇത് നല്ല മസ്റ്റ് ട്രൈ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണമേ.